ഒന്നും രണ്ടുമല്ല 40 മുതൽ 60 മണിക്കൂർ വരെ നീണ്ട ആകാശയാത്ര. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും. ഒന്ന് തിരിയാൻ പോലും ആകില്ല. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണവും ഈ വിലങ്ങിൽ തന്നെ അകത്താക്കണം. ബാത്റൂമിൽ പോകാനും അനുവദിക്കില്ല. ഇനി എങ്ങാനും മണിക്കൂറുകൾ കെഞ്ചി യാചിച്ച ശേഷം അനുവാദം കിട്ടിയാലും രക്ഷയില്ല. കാലിലെ ചങ്ങല അഴിച്ചു തരുമെന്ന് കരുതണ്ട. ആ ചങ്ങലയിലും വിലങ്ങിലും ബാത്റൂമിലേക്ക് ഒരൊറ്റ തള്ളു വെച്ച് തരും. കാര്യം എങ്ങനെയെങ്കിലും സാധിച്ച് തിരിച്ച് കൃത്യം സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം. ഫെബ്രുവരി 5-ന് US സൈനിക വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സറിൽ വന്നിറങ്ങിയ 104 ഇന്ത്യക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ച യാത്രാനുഭവമാണിത്. അമേരിക്കയിൽ ട്രംപ് അധികാരമേറിയ ശേഷം ആരംഭിച്ച കുടിയേറ്റക്കാരെ നാടുകടത്തൽ പദ്ധതിയുടെ ഇരകളായി പഞ്ചാബിൽ കൊണ്ടുതള്ളിയ ഇന്ത്യക്കാരായിരുന്നു അവർ. കൊടും ക്രിമിനലുകളോടെന്ന പോലെയാണ് അനധികൃത കുടിയേറ്റക്കാരെ ട്രംപിന്റെ സൈന്യം നേരിട്ടത്. സംഭവം രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ആദ്യം ന്യായീകരിച്ച മോദി സർക്കാർ പിന്നീട് അമേരിക്കയോട് പ്രതിഷേധം അറിയിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. ഇതിനുശേഷം അമേരിക്കയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സന്ദർശനത്തിൽ F-35 ഒഴികെയുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്ത്യക്കാരെ അന്തസ്സോടെ തിരിച്ചയക്കുമെന്ന ഉറപ്പ് ലഭിച്ചെന്നായിരുന്നു സംഘ് പ്രൊഫൈലുകളുടെ പ്രചാരണം. എന്നാൽ പ്രിയമിത്രം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഇന്ത്യക്കാരോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ ഒരു മാറ്റമില്ലെന്ന് വ്യക്തമാക്കുകയാണ് രണ്ടാം ഘട്ട നാടുകടത്തൽ. ഫെബ്രുവരി 15-നും 16-നും അമൃത്സറിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 228 പേർ കൂടി US സൈനിക വിമാനത്തിൽ എത്തി. എന്നാൽ ആദ്യ സംഘത്തിന്റെ അതേ അനുഭവങ്ങളിലൂടെയാണ് ഇവരും കടന്നു വന്നത്. 2ഉം 3ഉം സംഘത്തെയും കൈകളിൽ വിലങ്ങുവെച്ചും കാലുകൾ ചങ്ങലക്കിട്ടുമാണ് അമേരിക്കൻ സൈന്യം രാജ്യത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല, അതിനെ ആഘോഷമാക്കുകയുമാണ് അമേരിക്ക. വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക X ഹാൻഡിലാണ് ഇന്ത്യക്കാരെ ചങ്ങലയിൽ ബന്ധിക്കുകയും വിലങ്ങിടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ചങ്ങലയിൽ യാത്രക്കാർ വിമാനം കയറാൻ കഷ്ടപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രം വെട്ടിയെടുത്ത് അമേരിക്കക്കാർക്ക് ആഘോഷിക്കാനുള്ള അവസരമൊരുക്കുകയായിരുന്നു വൈറ്റ് ഹൗസ്. വീഡിയോയ്ക്ക് നൽകിയ അടിക്കുറിപ്പ് അവരുടെ മനോഭാവവും വിളിച്ചു പറയുന്നുണ്ട്. രോമാഞ്ചത്തിന്റെയും ആനന്ദത്തിന്റെയും കാഴ്ചകളെന്ന് സൂചിപ്പിച്ച ASMR അഥവാ ഓട്ടോണോമസ് സെൻസറി മെറിഡിയൻ റെസ്പോൺസ് എന്നാണ് അടിക്കുറിപ്പിൽ നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ വലങ്കയും US ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് ചുമതലക്കാരനുമായ ശതകോടീശ്വരൻ ഇലോൺ മസ്കും ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്ത് ചിരിക്കുന്ന റിയാക്ഷൻ നൽകിയിരിക്കുകയാണ് മസ്ക്. US സന്ദർശനത്തിൽ ട്രംപിന് പുറമെ മസ്കുമായും മോദി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ മോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഉന്നത വൃത്തങ്ങളും പങ്കെടുത്തപ്പോൾ മസ്ക് ഭാര്യയും കുട്ടികളും അവരെ നോക്കുന്ന ആയയുമായാണ് എത്തിയത്. വാഷിംഗ്ടണിൽ നേരിട്ട് എന്ന് ട്രംപുമായും ഉന്നത വൃത്തങ്ങളുമായും മണിക്കൂറുകളോളം ചർച്ച നടത്തിയിട്ടും ഇന്ത്യക്കാരോട് നിലപാട് മാറ്റാൻ അമേരിക്ക തയ്യാറായില്ല. മോദിയുടെ നയതന്ത്ര പരാജയമായാണ് ഇതിനെ പ്രതിപക്ഷം വിമർശിക്കുന്നത്. മസ്കും ട്രംപും നേരത്തെ വിമർശനമുയർത്തിയ F-35 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്ന പ്രഖ്യാപനമാണ് മോദിയുടെ US പര്യടനത്തിലെ പ്രധാന ബാക്കിയിരിപ്പ്. മറുവശത്ത് ഇന്ത്യൻ ചരക്കുകൾക്ക് ഏർപ്പെടുത്തിയ നികുതിയിൽ ഇളവില്ലെന്ന് മോദിയെ സാക്ഷി നിർത്തി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിക്കുമെന്ന പ്രഖ്യാപനം നടത്താൻ മോദി നിർബന്ധിതനാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്ത്യക്ക് അമേരിക്ക USAID പദ്ധതിയിൽ നിന്ന് നൽകി വന്ന $21 മില്യൺ സഹായം നിർത്തലാക്കിയതും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇന്ത്യക്ക് എന്തിനാണ് തങ്ങൾ സാമ്പത്തിക സഹായം നൽകുന്നതെന്നാണ് ട്രംപ് നടപടിയെപ്പറ്റി പിന്നീട് വിശദീകരിച്ചത്.